Dear students, today let us discuss the case of common emitter configuration. Common emitter configuration നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അവിടെ എമിറ്ററിൽ ആണ് കോമൺ ആയിട്ട് വരുന്നത്. ബേസും എമിറ്ററും ആണ് ഇൻപുട്ട്, അതുപോലെ കളക്ടറും എമിറ്ററും കൂടെ കൂടിയതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വോൾട്ടേജ് സോഴ്സസ് നോക്കിയാൽ കാണാം. ഫസ്റ്റ് വൺ NPN കോൺഫിഗറേഷൻ ആണ്, സെക്കൻഡ് വൺ PNP കോൺഫിഗറേഷൻ ആണ്. പിന്നെ വോൾട്ടേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത് ബേസിൻ്റെ എമിറ്ററിൻ്റെ ഇടയിൽ കൊടുക്കും. അതുപോലെ ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിൻ്റെ എമിറ്ററിൻ്റെ ഇടയ്ക്കായിരിക്കും. പിന്നെ സർക്യൂട്ടിൽ വരുന്ന ഡിഫറെൻറ്റ് വോൾട്ടേജ് കറണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് ബയാസിങ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബേസ് ടെർമിനൽ NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ബേസ് ടെർമിനൽ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഫോർവേഡ് ബയാസിങ്ങിന് ഇവിടെ പോസിറ്റീവ് വന്നിട്ടുണ്ട്. ഇവിടെ എമിറ്റർ നെഗറ്റീവാണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഫോർവേഡ് ബയാസിങ് ഓക്കെയാണ്. അതുപോലെ ഇവിടെ റിവേഴ്സ് പാർട്ട്, ഇവിടെ NPN ട്രാൻസിസ്റ്റർ ആകുമ്പോൾ ഇവിടെ N ആണ് വരുന്നത് കളക്ടർ, അപ്പോൾ അത് പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് റിവേഴ്സ് ബയാസ്ഡ്. അതുപോലെ ഇവിടെ N വരുന്നത് അത് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എമിറ്റർ. സോ അത് വിത്ത് റെസ്പെക്ട് ഈ രണ്ട് വോൾട്ടേജ് സോഴ്സും കൂടെ നോക്കുമ്പോൾ എപ്പോഴും VCC ആയിരിക്കണം കൂടുതൽ വരേണ്ടത്. പിന്നെ കളക്ടറും എമിറ്ററും കൂടെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വോൾട്ടേജ് VC എന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ കളക്ടറും ബേസും തമ്മിലുള്ള വോൾട്ടേജ് നോക്കുമ്പോൾ VCB എന്ന് മാർക്ക് ചെയ്യുക. എമിറ്ററും ബേസും തമ്മിലുള്ള വോൾട്ടേജ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് VBE എന്ന് മാർക്ക് ചെയ്യാം. കറണ്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് കോമൺ ആണ്, രണ്ടിലും ഇൻപുട്ടിലും വരുന്നുണ്ട് ഔട്ട്പുട്ടിലും വരുന്നുണ്ട്. ഇൻപുട്ടിൽ മാത്രം വരുന്ന കറണ്ട് IB ആണ്. അതുപോലെ ഇവിടെ വരുന്ന കറണ്ട് ഔട്ട്പുട്ടിൽ മാത്രം വരുന്ന കറണ്ട് IC ആണ്. ഓക്കെ, ദെൻ ഇനി ഇതിൽ ഇവിടെ നമുക്കൊരു അതിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യണം. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നത് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് ടു ദ ഇൻപുട്ട് കറണ്ട് ആണ്. അത് ഔട്ട്പുട്ട് കറണ്ട് IC ആണ്, ഇൻപുട്ട് കറണ്ട് IB ആണ്. സോ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB ആണ്. അതുപോലെ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, VCC മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ VBB to ensure that collector base junction remains reverse biased. ശ്രദ്ധിക്കണം ഈ കേസിൽ. ദെൻ ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ലീക്കേജ് കറണ്ട് നമുക്ക് കാണണം. നേരത്തെ നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ലീക്കേജ് കറണ്ട് കണ്ടു. ലീക്കേജ് കറണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസ് ടെർമിനൽ ഓപ്പൺ ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻപുട്ട് പാർട്ടിൽ നമ്മൾ ബയാസിങ് കൊടുക്കുന്നില്ല, ഔട്ട്പുട്ട് പാർട്ടിൽ മാത്രം എന്ത് കൊടുക്കുന്നു, ബയാസിങ് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ട് പാർട്ടിൽ ബയാസിങ് സപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ N, അഗെയിൻ ഇവിടെ N ആണ്. ഈ Nനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് റിവേഴ്സ് ബയാസിങ് ആണ്. പക്ഷേ ഈ N റീജിയനിൽ നമുക്കറിയാൻ പറ്റും, N റീജിയനിൽ ഹോൾസ് എന്തായിട്ടുണ്ട്, ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. സോ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്ന ഹോൾസ് ഉണ്ട് ഇവിടെ. ഈ ഹോൾസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിറ്റീവ് ചാർജാണ്. അപ്പം പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഇവിടെ നിന്ന് എന്ത് വരും, റിപ്പൽഷൻ നടന്നിട്ട് ഒരു കറണ്ട് ഫ്ലോ നടക്കും. അപ്പോൾ ആ കറണ്ട് ഫ്ലോനെ, അത് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുക, ഒരു ക്ലോസ്ഡ് പാത്ത് കൂടെ വേണം കറണ്ടിന് എപ്പോഴും ഫ്ലോ ചെയ്യാൻ. അത് കളക്ടറിന് വന്നിട്ട് എമിറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ ആ കറണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ICEO എന്ന് പറഞ്ഞിട്ടാണ്. സോ ICEO ഈസ് ടേംഡ് ആസ് ദ collector emitter leakage current when base is open. Collector emitter leakage current when base is open. So this is the leakage current in this case, ICEO, that is the in common emitter configuration. That is, it is the collector emitter leakage current when emitter is open. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ ICയുടെ ഒരു എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ലീക്കേജ് കറണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക്. ICയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദാറ്റ് ഈസ് ICയുടെ എക്സ്പ്രഷൻ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്കുള്ളത്. IC ഈസ് ഈക്വൽ ടു ആൽഫ IB പ്ലസ് 1/α പ്ലസ് ICBO ഡിവൈഡഡ് ബൈ 1 - ആൽഫ. ഇവിടെ നമുക്ക് പറയുന്ന ഈ ക്വാണ്ടിറ്റി, ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഒരു എക്സ്പ്രഷനാണ്. ഈ ഒരു എക്സ്പ്രഷനിൽ ആൽഫ IB ഡിവൈഡഡ് ബൈ 1 - ആൽഫ, ദാറ്റ് ഈസ് ദ ഒറിജിനൽ കറണ്ട്. ഇത് സെക്കൻഡ് പാർട്ട് ICBO വരുന്ന പാർട്ടാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ICOൻ്റെ എക്സ്പ്രഷൻ, ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലീക്കേജ് കറണ്ട് ഇൻ ദിസ് കേസ്.
സോ ദ ലീക്കേജ് കറണ്ട് ഇൻ ദിസ് കേസ് നമുക്ക് ICO ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ IC ഇൻ ദിസ് കേസ് IB 0 ആണ് അല്ലേ. അതായത് IB എന്ത് കിട്ടും ഈ എക്സ്പ്രഷനിൽ? IB ബേസ് ഓപ്പൺ ആണ്, ബേസ് കറണ്ട് ഇല്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? IC ഈ കേസിൽ IC ഈസ് ഈക്വൽ ടു ICBO ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഈ ഒരു പാർട്ട് മാത്രം റിട്ടേൺ ചെയ്യും. ICBO ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. അപ്പം ഈ എക്സ്പ്രഷൻ വന്നാൽ നമ്മൾ കോമൺ ബേസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ IB 0 ആവുന്ന കേസിൽ ICൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ICBO ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു ടേമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ IB 0 ആവുന്ന കേസിൽ അത് ഏത് ലീക്കേജ് കറണ്ടാണ്? ഇറ്റ് ഈസ് ദ കളക്ടർ എമിറ്റർ ലീക്കേജ് കറണ്ട് വെൻ ബേസ് ഈസ് ഓപ്പൺ ആണ്. സോ ഈ മൊത്തം ടേമിന് നമുക്ക് ICO എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ദിസ് ക്യാൻ ബി മാർക്ക്ഡ് ആസ് ICEO. ഈ മൊത്തം ടേം നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് എന്ത്? ICEO എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും. സോ ICO is equal to ICBO divided by 1 minus alpha or ICBO divided by 1 by 1 minus alpha into ICBO എന്ന് വരും. ആൽഫ ട്രാൻസിസ്റ്ററിൻ്റെ ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 1ൻ്റെ നിയർ ആണ്. 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ലെസ് ക്വാണ്ടിറ്റിയാണ്, അതായത് ക്ലോസ് ടു 0 വരുന്ന ക്വാണ്ടിറ്റിയാണ്. സോ 1 by 1 minus alpha it will be very high. 1 by 1 minus alpha is quite high. Therefore, from this expression what we can conclude is that although ICBO ലെസ് ആയിരിക്കും, കാരണം ICBO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ആകുമ്പോൾ, പക്ഷേ ICBEO എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് വെരി ലാർജ് എന്ന് പറയാൻ പറ്റും. ICO ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ICBO. ഈ ഒരു കേസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഓർക്കേണ്ടത്. ICO ഈസ് ഈക്വൽ ടു 1 by 1 minus alpha into ICBO. That is the important expression for ICO. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമുക്കൊരു റിലേഷൻ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബീറ്റ ആൻഡ് ആൽഫ? ബീറ്റ യു ഓൾറെഡി നോ ഇറ്റ് ഈസ് ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB ആണ്. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ IC ബൈ IE ആണ്. ബീറ്റ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ആൽഫ കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ ട്രാൻസിസ്റ്റർ ഇക്വേഷനാണ് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC എന്ന് പറയുന്ന എക്സ്പ്രഷന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സ്പ്രഷൻ എന്ത് വരും? ഡെൽറ്റ IE ഈസ് ഈക്വൽ ടു ഡെൽറ്റ IB പ്ലസ് ഡെൽറ്റ IC. സോ ഡെൽറ്റ IB ഈസ് ഈക്വൽ ടു ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC. ബീറ്റയുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ബീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളത് ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ബൈ ദെൻ ഡെൽറ്റ IE ആണ് നമുക്ക് വരുന്നത്. So we have the expression for beta is equal to delta IC divided by delta IB. അപ്പം എന്ത് വരും? നമുക്ക് ഡെൽറ്റ IC അതേപോലെ നമ്മൾ നിർത്തി IBക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, IE മൈനസ് IC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഡെൽറ്റ I കൊണ്ട് ഡിവൈഡ് ചെയ്തു ന്യൂമറേറ്റർ. ഇപ്പോൾ ന്യൂമറേറ്ററിൽ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE വരും. അതുപോലെ ഡിനോമിനേറ്ററിൽ ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE വന്നു. അപ്പോൾ അതിൻ്റെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പം ഫസ്റ്റ് വൺ ഡെൽറ്റ IE ബൈ ഡെൽറ്റ Iയും സെക്കൻഡ് വൺ ഡെൽറ്റ IC ബൈ ഡെൽറ്റ Iയും വന്നു. ന്യൂമറേറ്ററിൽ വരുന്ന പാർട്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആൽഫ നമ്മൾ ഡിഫൈൻ ചെയ്ത ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE ആണ്. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇതിനെ സപ്പോസ് ബീറ്റ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കാണുകയാണെങ്കിൽ എന്ത് വരും? അത് ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ 1 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൽഫ കോമൺ ഡിനോമിനേറ്റർ 1 മൈനസ് ആൽഫ എടുത്തു. സോ ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ, 1 ഇൻറ്റു 1 മൈനസ് ആൽഫ. സോ 1 മൈനസ് ആൽഫ വരും. ആൽഫ ആൻഡ് ആൽഫ ഗെറ്റ് ക്യാൻസൽസ്. സോ 1 by 1 മൈനസ് ആൽഫ. സോ അനദർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻ ഈസ് ബീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 by 1 മൈനസ് ആൽഫ. ഇതെല്ലാം പ്രോബ്ലത്തിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ,
അഗെയിൻ നമുക്ക് ഈ എക്സ്പ്രഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സോ ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആൽഫ ഈ ടേം ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്നുള്ള ടേം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ബീറ്റ എന്ന് പറഞ്ഞു. സെക്കൻഡ് ടേമിനെ നമ്മൾ മൊത്തത്തിൽ ഐ സി ഒ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ സി വിൽ ബി ഈക്വൽ ടു, ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു ബീറ്റ ആണ്, സെക്കൻഡ് ടേം മൊത്തത്തിൽ ഐ സി. സോ ഒരു സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഫോർ ദി collector current in the case of common emitter configuration is IC is equal to beta IB plus ICEO എന്ന് വരും. സോ ഓർ ഐ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ഐ ബി ആണ്. ഓർ ബീറ്റ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഐ സി ഡിവൈഡഡ് ബൈ ഐ ബി എന്ന് പറഞ്ഞിട്ടുള്ള. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എമിറ്റർ കറണ്ടിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, കളക്ടർ കറണ്ട് നമ്മൾ പറഞ്ഞു ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഒ എന്ന് പറഞ്ഞു. എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ എമിറ്റർ കറണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട് ആണ്. സോ ഐഇനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഐഇ ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഒ, പിന്നെ എന്തും കൂടെ വരും, ഈ ബേസ് കറണ്ടിൻ്റെ ഈ പാർട്ടും കൂടെ വരും ഐ ബി. സോ ഈ രണ്ട് ഐ ബിയും കൂടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ഒ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ, ഓർത്ത് വയ്ക്കേണ്ട എക്സ്പ്രഷൻ ഈ ഒരു എക്സ്പ്രഷനാണ്. അതായത് ഈ നമ്മൾ ഐ സിയുടെ എക്സ്പ്രഷൻ ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഒ. അത് നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐയുടെ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐ സി ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സി ഒ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് ആൽഫ ഐ സി ബി ഒ ആണ്. നമ്മൾ ഇപ്പം ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ആണ്. സോ ഐ സി ഒൻ്റെ അനദർ എക്സ്പ്രഷനാണ് ബീറ്റ പ്ലസ് 1 ഐ സി ബി ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് സ്റ്റഡീഡ് ദ കേസ് ഓഫ് ഐ സി ഈക്വൽ ടു ദാറ്റ് ഈസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ബി ഒ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഈ ഒരു ടേമിനെ നമ്മൾ ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ പ്ലസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു മൊത്തം ടേമിനെ 1/1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബി എന്ന് പറയുന്ന ടേമിനെ നമ്മൾ പുതിയൊരു ലീക്കേജ് കറണ്ട്, ദാറ്റ് ഈസ് ഐ സി ഒ എന്ന് പറയുന്ന ഒരു ലീക്കേജ് കറണ്ട് ആക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ സ്റ്റഡി ചെയ്യാന്നുള്ളതാണ്. അതായത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ട്രാൻസിസ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്യുക. ട്രാൻസിസ്റ്റർ വരച്ചു. ട്രാൻസിസ്റ്ററിന് നമുക്ക് ബയാസിങ് വരുന്ന രീതിയിൽ സർക്യൂട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ട് നോക്കാം. അത് നമുക്ക് എൻ പി എൻ ട്രാൻസിസ്റ്ററാണ്. സോ ഇവിടെ പി റീജിയനാണ് വന്നിട്ടുള്ളത്. പി റീജിയൻ വരുമ്പോൾ നമുക്ക് പിനെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് വരച്ചു, ഇവിടെ നമ്മൾ നെഗറ്റീവും വരച്ചു. എന്നിട്ട് അതെന്ത് ചെയ്തു, ഒരു റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്തു. റിയോസ്റ്റാറ്റിൻ്റെ ടാപ്പിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിലേക്ക് കൊടുത്തത്. അതുപോലെ റിയോസ്റ്റാറ്റിൻ്റെ താഴത്തെ ഈ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽ നമ്മൾ എന്ത് ചെയ്തു, എമിറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എൻ പി എൻ ആണ്. എന്നെ റിവേഴ്സ് ആകുമ്പം പോസിറ്റീവ് കണക്ട് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി എമിറ്ററിലേക്ക് ഏത് വരും, നെഗറ്റീവ് വരും. ഇവിടെ നോക്കാനുള്ള സപ്ലൈൻ്റെ എക്സസ് എന്നാൽ ഇവിടുത്തെ വോൾട്ടേജിനേക്കാളും കുറവാണ് ഇവിടുത്തെ വോൾട്ടേജ് വരേണ്ടത്. എന്നാലേ ഇതിൻ്റെ റിവേഴ്സ് ബയാസിങ് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ബയാസിങ്ങിൻ്റെ കേസിൽ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് മെഷർമെൻ്റാണ് എടുക്കാനുള്ളത്. വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 വോൾട്ടേജാണ് വരുന്നത്. ഇവിടെ എമിറ്റർ ബേസിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് അത് നമുക്കൊരു എന്ത് ചെയ്യണം, പാരലലായിട്ടൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം ഈ 2 ടെർമിനലിൻ്റെ ഇടയ്ക്ക്. അതുപോലെ ഇവിടെ വരുന്ന കറണ്ട് മൈക്രോ ആംബിയർ റീജിയനിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മൈക്രോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഐ ബി കറണ്ടാണ്. ഐ സി ഈ 2 കേസിലും വരുന്നുണ്ട്. അതുകൊണ്ട് ആ കറണ്ട് മെഷർമെൻറ്റ് വരുന്നില്ല. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സി ആണ് കറണ്ട് വരുന്നത്. അത് മില്ലി ആംബിയർ റേഞ്ചിലായതുകൊണ്ട് നമ്മളൊരു മില്ലി ആംബിയർ വെച്ചു. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിറ്റർ വോൾട്ടേജും കളക്ടർ വോൾട്ടേജും. അപ്പോൾ ഒരു വി സി എന്ന് പറയുന്ന ഒരു വോൾട്ട് മീറ്റർ വെച്ച്. അപ്പോൾ ഈ ഒരു കണക്ഷനാണ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ചെയ്യാൻ വേണ്ടുന്ന നമ്മൾ കണക്ട് ചെയ്യുന്ന സർക്യൂട്ട്. ഇത് നിങ്ങൾ പ്രാക്ടിക്കലിൽ വരുന്ന കേസാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കേണ്ടത്, നമ്മൾ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. ഇൻപുട്ടിൽ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബി ആണ്.
അപ്പോൾ അതിൻ്റെ വേരിയേഷൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ടത് എന്താണ്? ഔട്ട്പുട്ടിലെ കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അപ്പോൾ ഔട്ട്പുട്ടിലെ കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഔട്ട്പുട്ടിലെ കറണ്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണമെന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വോൾട്ട് മീറ്റർ ഉണ്ടല്ലോ സെക്കൻഡ് പാർട്ടിലെ വോൾട്ട് മീറ്ററിൽ നമ്മൾ 20 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്ത് നോക്കുക. 20 വോൾട്ട് അല്ലെങ്കിൽ 1 വോൾട്ട് സെറ്റ് ചെയ്ത് നോക്കുക. 1 വോൾട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ എവിടെ ചെയ്യുന്നത്? ഇൻപുട്ട് പാർട്ട് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് ഇൻപുട്ടിൽ റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ട് ഓരോ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ടിങ് മുതൽ വോൾട്ടേജ് വേരി ചെയ്ത് അതിൻ്റെ കറണ്ട് റീഡിങ് നമ്മൾ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് കറണ്ട് അണ്ടർ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അവിടെ അതൊരു നമ്മുടെ ഡയോഡിൻ്റെ ഒരു പ്രോപ്പർട്ടി പോലെ ഡയോഡിൻ്റെ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുന്നവരെ എന്ത് ചെയ്യുന്നില്ല, അത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. അതായത് ആ പൊട്ടൻഷ്യൽ ബാരിയർ ഓവർകം ചെയ്യാൻ യൂസ് ചെയ്യാണ്. ഓൺ റീച്ചിങ് ദിസ് വാല്യൂ ഇതിൻ്റെ കറണ്ട് പെട്ടെന്ന് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്നും നമുക്ക് നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്ലോപ്പ് ഹൈ ആണ്, ഭയങ്കര സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്ലോപ്പ് കാണുകയാണെങ്കിൽ ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഐ ബി വരും. അതുപോലെ ഈ താഴെ വരുന്ന ക്വാണ്ടിറ്റി ഡെൽറ്റ വി ബിയും വരും. അപ്പം ഇത് കറണ്ട് ബൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ സ്ലോപ്പ് എടുത്തിട്ട് റെസിപ്രോക്കൽ എടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ റേഷ്യോനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടുത്തെ വരുന്ന റേഷ്യോ എടുത്തിട്ട് വി ബി എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. വി ബി ഇ ഡെൽറ്റ വി ബി ഇ, ദാറ്റ് ഈസ് എ റേഷ്യോ ഹിയർ വിച്ച് വി ആർ ഗെറ്റിംഗ് ഹിയർ. സപ്പോസ് വി ആർ പ്ലോട്ടിംഗ് ദിസ് സ്ലോപ്പ്, ദിസ് ഈസ് എ സ്ലോപ്പ്. ഈ ഒരു പാരാമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ വി ബി ഇ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതുപോലെ അതിൻ്റെ ബൈ സൈഡിലുള്ള ഡയറക്ഷൻ നമുക്ക് ഡെൽറ്റ വി ബി എന്ന് എഴുതാൻ പറ്റും അറ്റ് കോൺസ്റ്റൻറ്റ് വി സി ബി. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഇതുപോലെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അടുത്തത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കണമെങ്കിലും അത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി, ദെൻ ഇവിടെ വരുന്ന കറണ്ട് എന്തായിരിക്കും? ദ കറണ്ട് ഹിയർ ഈസ് it is IC എന്ന് പറയുന്ന കറണ്ട്. സോ കറണ്ട് ഈസ് IC ഹിയർ, ദിസ് IC. സോ ദ വേരിയേഷൻ ഓഫ് VCE വേഴ്സസ് IC ഗ്രാഫാണ് നമ്മൾ ഇതിന് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അണ്ടർ കോൺസ്റ്റൻറ്റ് IB. അപ്പം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരീസ്, ഔട്ട്പുട്ട് കറണ്ട് അണ്ടർ കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് കറണ്ട് ആണ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IB എന്ന് പറയുന്ന കറണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ടിലെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻപുട്ടിൽ ഒരു കറണ്ട് സെറ്റ് ചെയ്തു. 10 മൈക്രോ ആംപിയർ എന്നുള്ള കറണ്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത കോൺസെൻട്രേഷൻ എവിടെയാണ്? നമ്മൾ ഔട്ട്പുട്ടിലെ റിയോസ്റ്റാറ്റ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വോൾട്ടേജ് മിനിമത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് കറണ്ട് റീഡിങ് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു IB സെറ്റ് ചെയ്യും. IB പ്ലോട്ട് വെച്ചിട്ട് IB 10 മൈക്രോ ആംപിയർ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് 2 കോളാക്കും. ഒരു കോളത്തിൽ നമ്മൾ നമുക്ക് VCE വരുന്നുണ്ട്, VCE. ദെൻ അടുത്ത കോളത്തിൽ നമുക്ക് ഇത് വരുന്നുണ്ട്, IC എന്ന് പറയുന്ന കോളം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് മാത്രമല്ല, അതായത് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് IBക്ക് മാത്രമുള്ള ഒരു ഗ്രാഫ്, ഈ ഒരു വേരിയേഷൻ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഈ ഗ്രാഫാണ് ഫസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഗ്രാഫ്. അപ്പോൾ ആ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്? ഈ ഗ്രാഫ് ഓൾമോസ്റ്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. പാരലൽ ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ സ്ലോപ്പ് ഈസ് വെരി ലോ എന്ന് പറയാൻ പറ്റും. സ്ലോപ്പ് 0 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് വേരിയേഷൻ കിട്ടുന്നത് വൈ ആക്സിസിലെ വേരിയേഷൻ ഡെൽറ്റ IC ആണ്. എക്സ് ആക്സിസിലെ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ VC ആണ്. റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ലോപ്പ് കണ്ടിട്ട് അതിൻ്റെ റിവേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ വേരിയേഷനെ നമ്മൾ ഇവിടുത്തെ വേരിയേഷനെ കൊണ്ട് നേരെ തിരിച്ച് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് ഡെൽറ്റ VC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IC അറ്റ് കോൺസ്റ്റൻറ്റ് IB എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ 2 പാരാമീറ്റർ നോക്കി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് സ്ലോപ്പ് ഹൈ എന്ന് പറഞ്ഞില്ലേ? സ്ലോപ്പ് ഹൈ ആകുമ്പോൾ നേരെ തിരിച്ചെടുക്കുമ്പോൾ എന്ത് വരും?
അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് ലോ ആയിരിക്കും. പക്ഷേ അത് എന്തിനേക്കാളും കുറവാണ്? നമ്മൾ നേരത്തെ കോമൺ ബേസിൽ ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഓംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് വരുന്നത്. അതായത് അത്ര സ്ലോപ്പ് വരുന്നില്ല. അതുകൊണ്ട് ഇതെന്ത് വരും? ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ ഓർഡർ ഏകദേശം 750 ഓമിൻ്റെ ഒക്കെ റേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഉദ്ദേശിക്കുന്ന പെർട്ടിക്കുലർ വാല്യൂ ഇല്ല അതിന്, ആ റേഞ്ച് ആയിരിക്കും. എന്തായാലും നമ്മൾ ഒരേ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് കോമൺ ബേസ് ചെയ്യുമ്പോഴും കോമൺ എമിറ്റർ ചെയ്യുകയാണെങ്കിലും ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുതൽ ഏതിനായിരിക്കും? ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുതൽ കോമൺ എമിറ്ററിനായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോമൺ ബേസിൽ അത് വളരെ ഹൈ ആണ്. അതായത് 450 കിലോ ഓമിൻ്റെ റേഞ്ച് ആണെങ്കിൽ ഈ കോമൺ എമിറ്ററിൻ്റെ കേസിൽ അത് ഏകദേശം 45 കിലോ ഓമാണ് വരുന്നത്. 45 കിലോ ഓം. അതായത് രണ്ടും ഷിഫ്റ്റ് ചെയ്തു. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിട്ടുണ്ട്? കുറച്ച് കൂടിയിട്ടുണ്ട്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് എൻഡിൽ നമ്മൾ കോമൺ ബേസിൻ്റെ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കുറച്ച് കൂടി ഔട്ട്പുട്ട് കുറച്ച് കുറഞ്ഞു. ആ രീതിയിലാണ് എന്ത് വരുന്നത്? കോമൺ എമിറ്ററിൻ്റെ വാല്യൂസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ പ്രോപ്പർട്ടീസും ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ ആക്ഷനും ഒക്കെ പഠിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഈ ഒരു വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് ഈ ഒരു സർക്യൂട്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ.